കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾ, ഉമ്മമാരെ, സഹോദരിമാരെ, ഉപ്പമാരെ, കോളേജിൽ പോയി തിരിച്ചു വരുന്ന പെൺകുട്ടികൾ 90% തിരിച്ചു വരുന്നത് തന്റെ പുതിയാപ്പിളയെയും കൈപിടിച്ചിട്ടാണ്. അല്ലെങ്കിൽ തന്റെ ആരാണ് മുറച്ചെറുക്കൻ, അങ്ങനെ നല്ല പറയാ, തന്റെ ഭർത്താവ് ആരാൻ, പരിശുദ്ധ വരനാരാൻ, തന്റെ വരൻ ആരാവണമെന്ന് തീരുമാനിച്ചിട്ടാണ് മുസ്ലിം പെൺകുട്ടികൾ കോളേജുകളിൽ നിന്ന് തിരിച്ചു വരുന്നത്. അധിക പേരും ഇല്ലാ മാ റഹിമ റബ്ബി, എന്റെ റബ്ബിന്റെ അനുഗ്രഹം ലഭിച്ച ചില പെൺകുട്ടികൾ അച്ചടക്കത്തിൽ പോയി അച്ചടക്കത്തിൽ തിരിച്ചു വരുന്നവരുണ്ട്. അൽഹംദുലില്ലാഹ്. എന്നാൽ 20-21 വയസ്സാകുമ്പോഴേക്കും വാപ്പയും ഉമ്മയും ഒരു കല്യാണം ആലോചിക്കുമ്പോഴേക്കും വാപ്പ ഇന്നാലിന്നൊരുത്തനെ ഞാൻ ഉറപ്പിച്ചു വെച്ചു, എനിക്ക് അവനല്ലാതെ വേണ്ട എന്ന് നമ്മുടെ പെൺകുട്ടികൾ പറയുന്നിടത്തേക്ക് ഈ ബന്ധങ്ങൾ വളർന്നു പോയില്ലേ? എത്ര തെറ്റുകൾ സംഭവിച്ചു കാണും, എത്ര സംസാരങ്ങൾ, എത്ര കൂടെയിരിക്കലുകൾ, എത്ര യാത്രകൾ, എന്തെല്ലാം ആർക്കറിയാം. അല്ലാഹു നമ്മുടെ മക്കളെ കാത്ത് രക്ഷിക്കട്ടെ. നമുക്ക് 18 വയസ്സിന് മുമ്പ് നിക്കാഹ് ചെയ്യാൻ പറ്റൂല എന്നാ, 18 ഇനി 19 എത്രയും പെട്ടെന്ന് നിക്കാഹ് ചെയ്തു കൊടുത്ത് പിന്നെ നിങ്ങൾ പഠിപ്പിച്ചോ, കുഴപ്പമില്ല. ആ പെൺകുട്ടികളോട് നിങ്ങൾ ചെയ്യേണ്ട ബാധ്യത ചെയ്തു കഴിഞ്ഞു. എന്നിട്ട് പോലും പോവാണ്, പിന്നെ അവരും പടച്ചോനായിക്കോട്ടെ. ആ പെൺകുട്ടികൾക്ക് നിക്കാഹ് ചെയ്യിച്ചു കൊടുക്കുക. കല്യാണം പിന്നെ ആയിക്കോട്ടെ, പഠനമൊക്കെ കഴിഞ്ഞിട്ട് മതി. അവർക്കൊരു ജീവിതത്തിന്റെ ആ ഒരു പ്രതിസന്ധിയിൽ വഴിതെറ്റി പോവാതിരിക്കാൻ അവർക്കൊരു സെക്യൂരിറ്റി കൊടുക്കുക. നമ്മുടെ പെൺമക്കൾ ഇത് മനസ്സിലാക്കണേ. കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾ മനസ്സിലാക്കണം, നിങ്ങൾ പ്രായപൂർത്തിയെത്തിയവരാണ്, കാര്യം മനസ്സിലാക്കാൻ ബോധ്യമുള്ളവരാണ്. സ്വന്തം മാതാപിതാക്കൾ താലോലിച്ച് താരാട്ട് പാടി കയ്യിലെടുത്ത് ഉമ്മ വെച്ച് പാതിരാത്രിയിലാണ് വാപ്പ ജോലി കഴിഞ്ഞ് വരുന്നത്. അപ്പോഴറിയുന്നത് മോൾക്ക് സുഖമില്ല, പനിയാണ്, ഒന്ന് കിടന്നുറങ്ങേണ്ട നേരത്താണ്. വാപ്പ അതൊക്കെ മാറ്റിവെച്ചിട്ട് മോളെയും എടുത്ത് ഹോസ്പിറ്റലിലേക്ക്, എവിടെയാണ് പാതിരാത്രി ഡോക്ടർ ഉള്ളത്, അങ്ങോട്ട് കൊണ്ടുപോകാം. മോൾക്ക് അസുഖമല്ലേ? 1 വയസ്സ്, 2 വയസ്സ്, 3, 4, 5 ഇങ്ങനെ ഓരോന്ന് എണ്ണി ഓരോ പ്രായമാകുമ്പോഴേക്കും കുഞ്ഞിന്റെ വളർച്ച കണ്ട് ആസ്വദിക്കുന്ന, സന്തോഷിക്കുന്ന കണ്ണുകളാണ് നിങ്ങളുടെ ഉമ്മയുടെയും വാപ്പയുടെയും കണ്ണുകൾ. ആ 2 കണ്ണുകളെ കരയിപ്പിച്ച് എന്നോ കണ്ട് പരിചയപ്പെട്ടൊരു ചെറുക്കന്റെ കൂടെ, 2 കൊല്ലം മുമ്പ് മാത്രം കണ്ട് പരിചയമുള്ള ഒരുത്തന്റെ കൂടെ പഠിച്ചു എന്നതല്ലാതെ, കുറച്ച് തമാശ പറഞ്ഞ് ചിരിച്ചു എന്നല്ലാതെ മറ്റൊന്നും ചെയ്യാതെ, എന്നാൽ വർഷങ്ങളോളം നിങ്ങൾക്ക് അമ്മിഞ്ഞ പാല് മുതലങ്ങ് തന്ന് നിങ്ങളെ ശരീരം വളർത്താൻ വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ഉറക്കമൊഴിച്ച സ്വന്തം ഉമ്മയെ, സ്വന്തം വാപ്പയെ കണ്ണീരിലാഴ്ത്തി നിങ്ങൾ കണ്ടവന്റെ കൂടെ പോകുന്നത് അല്ലാഹു പൊറുക്കുമോ മോളെ? അല്ലാഹു പൊറുക്കുമോ സഹോദരാ? അല്ലാഹു പൊറുക്കുമോ? ഇതൊക്കെ സങ്കടത്തിലാക്കുന്നത് ആരെയാണ് എതിർത്ത് പറയുന്നത്? കോടതി വരാന്തകളിൽ മോളെ നീ നിന്റെ വാപ്പയുടെ ഉമ്മയുടെ കൂടെ പോണോ, അല്ല നിന്റെ ലവറിന്റെ കൂടെ പോണോ എന്ന് ചോദിക്കുമ്പോ, ഞാൻ എന്റെ ഉമ്മയുടെ കൂടെ വാപ്പയുടെ കൂടെ പോരുന്നില്ല, ഞാൻ ഇവന്റെ കൂടെ പോവുകയാണെന്ന് ജാതിയും മതവും പോലും നോക്കാതെ, ഈമാനും അഖീദയും നോക്കാതെ, മുസ്ലിമിനെയല്ലേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ, അല്ലാഹുവിന്റെ നിയമമല്ലേ അത്, അതുപോലും നോക്കാതെ നല്ല ചാരിത്രശുദ്ധിയോടുകൂടെ വളർത്തിക്കൊണ്ടുവന്ന മോളാണ് ഡിഗ്രി കഴിയുമ്പോഴേക്കും PG കഴിയുമ്പോഴേക്കും തലതിരിഞ്ഞു വരുന്നത്. മോളെ, ഈ തലതിരിയുന്നതിന്റെ മുമ്പ് എത്രയോ തവണ അല്ലാഹുവിന്റെ നിയമം നീ മറികടന്നിട്ടുണ്ട്. അപ്പോഴാണ് നിന്റെ ഈ ബന്ധങ്ങളിൽ ഡെവലപ്മെന്റ് ഉണ്ടായത്. അപ്പോഴാണ് നീ ഇവനുമായി എടുത്തത്, അല്ലെങ്കിൽ ഇവൻ അവളുമായി എടുത്തത്. അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട ചെറുപ്പക്കാരാ, ഗള്ളുൽ ബസ്വരി ഇബാദ, നിങ്ങളുടെ കണ്ണുകൾ സൂക്ഷിക്കുന്നത് ഇബാദത്തായിരുന്നില്ലേ? അതൊക്കെ മലിനമാക്കിയില്ലയോ? എന്നിട്ട് മാതാപിതാക്കളെ സങ്കടപ്പെടുത്തുകയോ? ഉമ്മയുടെ സങ്കടം വാപ്പയുടെ കണ്ണുനീര് വീണാൽ ഭൂമി വിറക്കും മോളെ. നിനക്ക് സന്തോഷമല്ല അല്ലാഹു തരുന്നത്. പിന്നെ നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ കാലിന്റെ ചുവട്ടിലല്ലേ സ്വർഗം? അങ്ങനല്ലേ പറഞ്ഞത്? ഇൽസംഹാ ഫഇന്നൽ ജന്നത തഹത ഖദമൈഹാ എന്ന് മുത്തുനബി പഠിപ്പിച്ചില്ലേ? ആ ഉമ്മന്റെ കാലിന്റെ ചുവട്ടിൽ സ്വർഗമുണ്ടെന്ന്. മോളെ, എന്താ നിനക്കത് മനസ്സിലാവാതെ പോയത്? ഡിഗ്രി കഴിയുമ്പോഴേക്കും നീ നല്ല പക്വതയുള്ള മോളായി വരേണ്ടവളായിരുന്നില്ലേ? അപ്പോഴേക്കും നീ അങ്ങ് തീരുമാനിച്ചോ നീ ആരുടെ കൂടെയാ ജീവിക്കേണ്ടതെന്ന്? അത് നിന്റെ ഉമ്മാക്കും അപ്പാക്കും തീരുമാനിക്കാനും ഇടപെടാനും ഒരു അവകാശം ഇല്ല മോളെ. നീ അഡൽട്ടാണ്, നീ ഗ്രൗണപ്പാണ്, ഒക്കെ ശരിയാണ്. നിനക്ക് നിന്റെ തീരുമാനമെടുക്കാൻ കഴിയും. പക്ഷേ അല്ലാഹുവിന്റെ റസൂലും അല്ലാഹുവും ഇഷ്ടപ്പെടുന്നതാണോ നീ ചെയ്യുന്നത്? മക്കൾക്ക് അല്ലാഹു ബോധം കൊടുക്കട്ടെ. എത്രയോ ഉമ്മമാർ, എത്രയോ വാപ്പമാർ വലിയ സങ്കടത്തിലാണ്, മോള് പറഞ്ഞത് കേൾക്കണില്ല. ആങ്ങളെയും പെങ്ങളും നല്ല ഇഷ്ടത്തിൽ വളർന്നവരാണ്. പക്ഷേ ഈ ഒരു വിഷയം വരുമ്പോൾ ആങ്ങളയോട് സംസാരിക്കാൻ അവൾ ഒരുക്കമല്ല, അവൾ പിടിച്ച വാശിക്ക് നിൽക്കാൻ. അല്ലാഹു, ചെറുപ്പക്കാരാ, നിങ്ങളെ കൊണ്ടൊരു പെണ്ണും വഴിപിഴച്ചു പോവല്ലേ. മോളെ, സഹോദരി, നീ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടല്ല. അല്ലാഹു നിന്റെ മാതാപിതാക്കളുടെ കയ്യാലെ നിനക്ക് കൊണ്ടുതരുന്നത് അത് നിനക്ക് ഖൈറാണ്, അത് നിനക്ക് ഖൈറാണ്. അത് നിന്റെ ഉമ്മാന്റെ പൊരുത്തല്ലേ? ആ ഉമ്മയല്ലേ നിന്നെ വളർത്തിയത് മോളെ. ഈ ചെറുക്ക 2 കൊല്ലമായിട്ടുള്ളൂ കാണാൻ തുടങ്ങിയിട്ട്. അവന്റെ സ്നേഹം കിട്ടിയിട്ട് എത്രയായി? 2 കൊല്ലം. കുറച്ച് ഐസ്ക്രീം, കുറച്ച് ഫലൂടെ, ഇതെല്ലാം വാങ്ങിച്ചിട്ടുള്ളൂ. നിന്റെ ഉമ്മ നിനക്ക് തന്നത് എന്താണ്? നിന്റെ ശരീരം നിന്റെ ഉമ്മയുടെ ശരീരത്തിന്റെ കഷ്ണമല്ലേ മോളെ? ആ ഉമ്മയെ നീ വെറുപ്പിച്ചോ? മക്കൾക്ക് എവിടെ നിന്നായി ബോധമൊക്കെ വരിക? മക്കൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണ്ടേ? അതുകൊണ്ടാണ് +2 കഴിഞ്ഞ് 10th കഴിഞ്ഞാൽ തന്നെ പ്രായപൂർത്തിയെത്തുന്ന മക്കളാ. ഡിഗ്രിയിലേക്ക് എത്തുമ്പോഴും PGയിലേക്ക് എത്തുമ്പോഴോ നിങ്ങൾ മെഡിസിനോ എഞ്ചിനീയറിംഗിനോ പഠിച്ചോ, വിദേശത്ത് പഠിച്ചോ, ഏത് രാജ്യത്ത് പോയി പഠിച്ചോ, നിന്റെ കണ്ണ് സൂക്ഷിച്ചാൽ മോളെ ക്യാമ്പസിൽ കയറി ഇറങ്ങുമ്പോഴേക്കും, മോനെ ക്യാമ്പസിൽ കയറി നിന്റെ പുരയിലേക്കോ റൂമിലേക്കോ എത്തുമ്പോഴേക്കും എത്ര ആയിരക്കണക്കിന് ഇബാദത്താണ്. ഗള്ളുൽ ബസ്വരി ഇബാദ, കണ്ണിന്റെ ഇബാദത്തല്ലേ അത്? കണ്ണിന്റെ ഇബാദത്തല്ലേ? കണ്ണ് ചിമ്മുന്നത് കണ്ണ് ചെയ്യുന്ന നന്മയാണ്.
അത്തരം നന്മകൾ എത്രയാ നമുക്ക് പഠനകാലത്ത് കിട്ടുന്നത്. പഠിച്ചു കഴിഞ്ഞാൽ വേറെ, ജോലി ചെയ്യുന്നിടത്ത് വേറെ, കൂടെ യാത്ര ചെയ്യുമ്പോ വേറെ, അങ്ങാടിയെത്തുമ്പോ വേറെ, എത്രയാണ് ഓരോരുത്തർക്കും. എമ്പാടും നിസ്കാരം അള്ളാഹുവിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞില്ലായിരിക്കാം, സുന്നത്ത് നോമ്പെടുക്കാൻ പറ്റിയില്ലായിരിക്കാം. ഇതൊക്കെ ചെയ്തൂടെ? കണ്ണു ചിമ്മിക്കൂടെ? അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.